ഹരിത പറഞ്ഞതാ അമ്മേ ശരി. പോലീസുകാര് മോഷണം നടത്തിയ ആളിന്റെ വിരലടയാളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോഷ്ടാവിനെ കണ്ടെത്തും. ഈ വീട്ടിൽ താമസിക്കുന്ന മാധവൻ നായരുടെ ഇളയ മകനെവിടെ? അവൻ അകത്തിരുന്ന് കരയുന്ന അമ്മയെ സമാധാനിപ്പിക്കുക. ഞാൻ വിളിച്ചുകൊണ്ടുവരാം സാർ. മാധവൻ നായർ ബാങ്കിൽ കയറിയ സമയം മുതൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതുവരെയുള്ള ബാങ്കിന്റെ CCTV ഫുട്ടേജ് ഞാൻ ബാങ്ക് മാനേജരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏട്ടാ, എന്റെ കൈയും കാലും വറക്കുന്നു. അയാളെന്നെ നീ അയാള് ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാനില്ലട കൂടെ. നീ വാ വാ. ജഗ, ഈ വീട്ടിൽ ഒരു കള്ളൻ കയറിയതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എങ്ങനെ പണം നഷ്ടപ്പെട്ടുവെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സാറേ, വീട് വയ്ക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പണം നഷ്ടപ്പെട്ടപ്പോ അമ്മ ആകെ തകർന്നുപോയി. മനോജ് അമ്മയെ സമാധാനപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ 2 ആൺമക്കളും ജഗനെ പോലൊരു മരുമകനുള്ളൊരു വീട്ടിൽ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു കള്ളൻ കയറി മോഷ്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക് ഇല്ലല്ലോ. ഏതായാലും ബാങ്കിൽ നിന്ന് പണം കൊണ്ടുവന്ന ദിവസം തന്നെ ഈ വീട്ടിൽ കള്ളൻ കയറണമെങ്കിൽ മാധവൻ നായർ ബാങ്കിൽ നിന്നും പണം എടുത്തുകൊണ്ടുവന്നത് അറിയാവുന്ന ഏതെങ്കിലും കള്ളനായിരിക്കും. ഇനി സാറേ, കുറുവാ സംഘം വല്ലതുമായിരിക്കുമോ? അവരിപ്പോ ഈ ഏരിയയിൽ കറങ്ങുന്നു എന്നുള്ളത് പല ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട്. അവരുടെ ഒരു മോഷണ രീതി ഇതല്ല. അവർ അക്രമ സ്വഭാവമുള്ളവരാ. മാത്രമല്ല, ആരുടെയും സ്വർണ്ണാഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാനെന്നാ അമ്മയുടെ അടുത്തേക്ക്. ആയിക്കോട്ടെ. എന്താടോ? ഒന്നുമില്ല സാർ. പരിസരത്ത് നോക്കിയപ്പോ 1-2 ബീഡിക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. അതിവിടെയുള്ളവരാരോ വലിച്ചതാകാനാണ് സാർ സാധ്യത. എല്ലാം പോയി. പാവം എന്റെ മാധവേട്ടൻ സ്വപ്നം കണ്ടതും കൂട്ടിവെച്ചതും എല്ലാം പോയി. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം. എന്താ അമ്മ ഇങ്ങനെ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അനുഭവിക്കന്നെ. ആരെയും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയതല്ല. വിശ്രമിക്കേണ്ട സമയത്തും വിശ്രമിക്കാതെ ഒരു പാവം മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ. ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ കൂട്ടി വെച്ചതാ മാനത്തെ കൊട്ടാരം പണിയാൻ. അമ്മേ, ഇങ്ങനെ കരയല്ലേ അമ്മേ. അമ്മ ഇങ്ങനെ കരഞ്ഞ അച്ഛൻ മൊത്തത്തിൽ തളർന്നു പോകും. അമ്മയാ അച്ഛന്റെ ധൈര്യം. ഇനി എന്ത് തളരാ? വീട് വെക്കാനുള്ള മാധവേട്ടന്റെ എക്കാലത്തെ മോഹമല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഏതോ ദ്രോഹികൾ തകർത്ത് കളഞ്ഞത്. അവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. നരകിച്ച് ചാകും. അമ്മേ, അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. പോലീസുകാർ ആ പണം കണ്ടുപിടിച്ച് തരും. ഹരിത, അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. മോഷണം നടന്നതറിഞ്ഞ സമയം മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അമ്മ.
ഹരിത പറഞ്ഞത് അമ്മേ ശരി. പോലീസുകാര് മോഷണം നടത്തിയ ആളിന്റെ വിരലടയാളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോഷ്ടാവിനെ കണ്ടെത്തും. ദാ അമ്മേ. അമ്മേ, ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? അമ്മ ഇങ്ങനെ കരയല്ലേ? അവിടെ അച്ഛന് ഈ സംഭവം നടന്നതിന് ശേഷം ആരോടൊന്നും മിണ്ടുന്നു പോലുമില്ല. അമ്മ വേണം അച്ഛന് ധൈര്യം കൊടുക്കാൻ. അമ്മേ, പണമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യം അച്ഛനും അമ്മയുടെ സമാധാനമാ, ജീവനാ. സമാധാനം എന്ന് പറയുന്നത് അനുഭവിക്കാൻ യോഗമില്ലാത്ത ജന്മങ്ങളാ ഞാനും അച്ഛനും. ദൈവം ഇനിയും പരീക്ഷിച്ച് തീർന്നില്ല ഞങ്ങളെ. അമ്മേ, ഇങ്ങനെയൊന്നും പറയാതമ്മേ. ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ ചങ്ക് പൊടിയുവാ. ഞാനില്ലേ അമ്മയെ കൂടെ? നിങ്ങളെല്ലാവരും ഒന്ന് അപ്പുറത്തേക്കല്ലേ. അമ്മ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അമ്മേ, സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ, എന്താടോ? നമ്മുടെ കുറുപ്പ് സാറിന്റെ മോളെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലാണ് നമ്മളിപ്പോ പോയത്. ആ, അതെനിക്ക് നേരത്തെ അറിയാലോ. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേനെ. ഓ, എടോ, ആ വീട്ടിൽ ചെന്നപ്പോ തനിക്ക് എന്തു തോന്നി? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, താൻ സർവീസിൽ കയറിയിട്ട് കുറച്ച് നാളായല്ലോ. അതെ സാർ. എന്നിട്ട് ഒരു കള്ളൻ കയറിയ വല്ല ലക്ഷണവും തോന്നിയോ തനിക്കവിടെ? ഇല്ലല്ലോ സാർ. ആ, തനിക്ക് തോന്നിയോടോ? ഇല്ല സാർ. ഡോ, താനാ വണ്ടി ഒന്ന് നിർത്തി സൈഡിലോട്ട് നോക്ക്. സാർ.